നമസ്തേ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ടൈറ്റാനിക് നായകൻ ലിയോനാർഡോ ഡി കാപ്രിയോ നായകനായി അഭിനയിച്ച ഷട്ടർ ഐലൻഡ് എന്ന ചിത്രം വളരെ സങ്കീർണമായ മാനസിക നിലയിൽ ജീവിക്കുന്ന രോഗികളുടെ കഥയാണ് പറഞ്ഞത്. മലയാളത്തിൽ ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച അതിരൻ എന്ന ചിത്രം ഈ സിനിമയെ ഉപജീവിച്ചാണ് നിർമ്മിക്കപ്പെട്ടത്. ലിയോനാർഡോ ഡി കാപ്രിയോ അവതരിപ്പിക്കുന്ന കഥാപാത്രം കാണാതായ ഒരു മാനസിക രോഗിയെ അന്വേഷിച്ച് ദ്വീപിൽ എത്തുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ദുരന്തപൂർണമായ ഒരു ഭൂതകാലത്തിൽ നിന്നാണ് അയാൾ മാനസിക വൈകല്യം കൊണ്ട് ഭ്രാന്തമായി തീർന്ന ഈ അന്തരീക്ഷത്തിലേക്ക് കാൽവെക്കുന്നത്. ബോധാബോധങ്ങൾ അന്യോന്യം ആക്രമിക്കുന്ന മാനസിക വ്യാപാരങ്ങളിൽ ആരാണ് യഥാർത്ഥ മാനസിക രോഗി എന്ന് തിരിച്ചറിയാനാകാത്ത വിധമുള്ള ഡി കാപ്രിയോയുടെ അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ സിനിമയെ വിജയിപ്പിച്ചത്. മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യത ഒരു വാണിജ്യ സിനിമയിൽ സമർത്ഥമായി ഉപയോഗിക്കപ്പെട്ടതിന്റെ ക്രെഡിറ്റ് സംവിധായകൻ മാർട്ടിൻ സ്കോർസെസിക്കൊപ്പം രചയിതാവ് ഡെന്നിസ് ലഹാനിക്കും സ്വന്തം. ബോസ്റ്റണിലെ ജനപ്രിയ എഴുത്തുകാരനായ ഡെന്നിസ് ലഹാനി എഴുതിയ ഇതേ പേരിലുള്ള നോവലിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് സംവിധായകൻ സ്കോർസെസി ചിത്രം പൂർത്തിയാക്കിയത്. കുട്ടിക്കാലത്ത് അജ്ഞാതമായ ഒരു ദ്വീപിലേക്ക് നടത്തിയ സാഹസിക യാത്രയെ പിൻപറ്റിയാണ് അദ്ദേഹം ആ നോവൽ രചിച്ചത്. ചെറുപ്പത്തിൽ ആ ദ്വീപ് നൽകിയ ഭയപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകളിൽ നിന്ന് ഒരു ആത്മകഥ പോലെ അദ്ദേഹം എഴുതി തീർത്ത നോവലാണ് ഷട്ടർ ഐലൻഡ്. ചിത്രത്തിന്റെ പ്രചരണാർത്ഥം ഡി കാപ്രിയോ ലഹാനിയുമായി ഷട്ടർ ഐലൻഡ് ചിത്രീകരിച്ച് ബോസ്റ്റൺ ഹാർബറിനടുത്തുള്ള ദ്വീപിൽ വെച്ച് നടത്തിയ ഇന്റർവ്യൂ സിനിമയ്ക്കപ്പുറമുള്ള സൈദ്ധാന്തികമായ ചിന്തകളിലൂടെയാണ് സഞ്ചരിച്ചത്. ഒരു ജനപ്രിയ സിനിമാ താരത്തിനപ്പുറം ദാർശനികവും സൈദ്ധാന്തികവുമായ ചിന്തകളിലൂടെയും ചില താരങ്ങൾക്കെങ്കിലും സഞ്ചരിക്കാനാകും എന്ന് ലോകമറിഞ്ഞത് ഈ അഭിമുഖത്തിലൂടെയായിരുന്നു. മാനസിക വൈകല്യമുള്ളവരുടെയും അക്രമാസക്തരാകുന്നവരുടെയും മൗനത്തിൽ ആഴ്ന്നുപോയവരുടെയും കഥ പറയാൻ എന്തിനാണ് ഒരു ദ്വീപ് തെരഞ്ഞെടുത്തത് എന്ന ഡി കാപ്രിയോയുടെ ചോദ്യത്തിന് എഴുത്തുകാരൻ നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു. ആ മറുപടി ഇങ്ങനെയാണ്: ഏകാന്തതയുടെ ത്രസിപ്പിക്കുന്ന അനുഭവമായിരിക്കും ആദ്യം ദ്വീപ് ഒരു യാത്രികന് നൽകുക. ഏകാന്തതയോളം ക്രൂരമായ മാനസിക ഭാവം മറ്റൊന്നില്ല എന്ന് വളരെ വേഗം അവൻ മനസ്സിലാക്കും. ഒരിക്കലും തിരിച്ചു പോകാനാകാത്ത തുരുത്തിൽ താൻ അകപ്പെട്ടു എന്ന സത്യത്തോട് അവൻ പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴേക്കും മാനുഷികമായ എന്തൊക്കെയോ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിയും. സ്നേഹം, കരുണ, പ്രണയം തുടങ്ങിയ ലോലമായ എല്ലാ വികാരങ്ങളും നഷ്ടപ്പെടുന്നതോടുകൂടി അവൻ ഒരു മനുഷ്യനല്ലാതായിത്തീരും. ഒരു സുഹൃത്തിനെ സമ്പാദിക്കുന്നതിനേക്കാൾ അവൻ എളുപ്പം ഒരു ശത്രുവിനെ സമ്പാദിക്കുന്നതാണ്. വൈരാഗ്യബുദ്ധിയും അസഹിഷ്ണുതയുമാണ് അപ്പോൾ അവനെ ജീവിപ്പിക്കുക. അവൻ അറിയാവുന്ന ഏക മാനുഷിക ഭാവവും അതുമാത്രമായി തീരും. പ്രതികാരം വമ്മിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ കൂടുതൽ ഊർജ്ജസ്വലനാകാൻ സാധിക്കുന്നതോടെ മനുഷ്യൻ എന്ന മേൽവിലാസം പോലും അവന് നഷ്ടമാകും. ഭ്രാന്ത് ഒരു രക്ഷാകവചമായി അവനെ പൊതിയും. ഓരോ ദ്വീപും മാനുഷികതയെ ഞെരിച്ചു കൊല്ലുന്ന അറവുശാലകളായി മാറും. ഒറ്റപ്പെട്ട ദ്വീപും ഒറ്റപ്പെട്ട മനുഷ്യനും ഒന്നായിത്തീരും. മാലദ്വീപിൽ നിന്ന് കേൾക്കുന്ന അസഹിഷ്ണുതയുടെ മാറ്റൊലികൾ ഇപ്പോഴും നിലയ്ക്കാത്തപ്പോൾ എഴുത്തുകാരന്റെ വാക്കുകൾ കൂടുതൽ അർത്ഥവത്തായി തോന്നുകയാണ്. പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രദേശത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലും ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഈ പ്രസിഡന്റ് ഇന്ത്യക്കെതിരായി ക്യാമ്പയിൻ ചെയ്താണ് വിജയിച്ചത്. നേരത്തെ പ്രസിഡന്റ് മിസ്റ്റർ സാലി ഇന്ത്യയോട് വളരെ സ്നേഹമായിട്ടും ചൈനയോടും അവർക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്തി ഇലക്ഷൻ വിജയിച്ചു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള 70-75 സോൾജേഴ്സ് അവിടെ തിരിച്ചയക്കുമെന്നും അവിടെയുള്ള ഹെലികോപ്റ്റർ തിരിച്ചയക്കുമെന്നും ഒക്കെ തിരിച്ചു കൊടുക്കുമെന്നും ഒക്കെ ഒരു ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അവർ ഇന്ത്യയോട് ഏറ്റെടുത്ത് പറഞ്ഞിരുന്നില്ല വിജയിക്കുന്നതിന് മുമ്പ്. വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ഉള്ള സംഭാഷണം ഉണ്ടായതും നമ്മുടെ പ്രധാനമന്ത്രിയോട് തന്നെ പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്തു 75 പേരെ തിരിച്ചു വിളിക്കണം എന്ന്. പ്രധാനമന്ത്രി അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഒരു വലിയ ഒരു ക്രൈസിസ് ആയിട്ട് നമ്മൾ അന്നും കാണുന്നില്ല, ഇന്നും കാണുന്നില്ല, കാണേണ്ടതില്ല. കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് കൂടുതൽ സാങ്ഷൻസ് ലഭിക്കാൻ, നമ്മുടെ കൺസെഷൻസ് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല.
ചാണക്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയൽക്കാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവർ ചെറിയ രാജ്യങ്ങളാവുമ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അവർ നമ്മളെ ഉപയോഗിക്കും. അതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. എത്ര പൊളിറ്റിക്കൽ ഡിഫറൻസ് ഇന്ത്യയിൽ ഉണ്ടായാലും മിസ്റ്റർ ഗുജറാലിന്റെ കാലത്തുള്ള ഗുജറാൽ ഡോക്ടറിൻ പോലും വിജയിച്ചില്ല. നമ്മൾ യൂണിലാറ്ററൽ കൺസെഷൻസ് കൊടുത്താൽ പോലും ഇവര് റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ പലതവണ കണ്ടാണ്. IPKF വിഡ്രോ ചെയ്തത് എല്ലാം നമുക്ക് അറിയാവുന്ന കഥകളാണ്. മാലദ്വീപ് മന്ത്രിമാരായ മറിയം ഷീവന, മാൽഷ ഷെരീഫ്, മെസൂ മജീദ് എന്നിവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്ന് വിവാദ പരാമർശവുമായി രംഗത്ത് വന്നത്. പരാമർശത്തിനെതിരെ കടുത്ത രീതിയിൽ അതൃപ്തി ഇന്ത്യ അറിയിച്ചതോടെ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും അതൃപ്തിയുടെ അനുരണനങ്ങൾക്ക് അവസാനമായിട്ടില്ല. ഒരുപാട് വൈകിയ വേളയിലാണെങ്കിലും ലക്ഷദ്വീപിലെ യുവാക്കൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഒരു ടൂറിസം ഹബ്ബായിട്ട് മാറണം എന്നുള്ളത്. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം വലിയൊരു രീതിയിൽ ഇത്രയും കുറഞ്ഞൊരു സമയം കൊണ്ട് പ്രചാരം കിട്ടുമെന്ന് ഞങ്ങൾ ആരും ചിന്തിച്ചില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചലനം ലോകരാഷ്ട്രങ്ങൾ എത്രത്തോളം സസൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി മാത്രമല്ല ലക്ഷദ്വീപിലെ ബംഗാരം എന്ന ദ്വീപിൽ വന്ന് കുളിച്ച് അവിടെ സുഖവാസം നടത്തിയിട്ട് പോകുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി. ഇതിനു മുൻപും ഒരുപാട് പ്രധാനമന്ത്രിമാരും ഒരുപാട് മന്ത്രിമാരും വന്ന് കടലിൽ കുളിച്ചിട്ട് പോയ സ്ഥലമാണ് ബംഗാരം ദ്വീപ്. പക്ഷേ അന്നൊന്നുമില്ലാത്ത ഒരു ഹൈപ്പിലേക്ക് ലക്ഷദ്വീപ് ഇന്ന് എത്തിയെങ്കിൽ ഈ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്ത വീഡിയോകളും ഫോട്ടോസും കൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ലക്ഷദ്വീപ് എന്നുള്ള പേര് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്നു വന്നെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വ്യക്തിപ്രഭാവം, ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചലനം എത്രത്തോളം വീക്ഷിക്കുന്നു എന്നതിനും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. വിവാദ പരാമർശം മന്ത്രിമാരുടെ വ്യക്തിപരമായ നിലപാടാണെന്നും സർക്കാരിന്റെ നിലപാടതല്ലെന്നും മാലദ്വീപ് പ്രസിഡന്റ് തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. മന്ത്രിമാരുടെ പരാമർശം വിവാദമായതോടെ മാലദ്വീപിലേക്കുള്ള 9,000 ഹോട്ടൽ ബുക്കിംഗുകളും 2,500 വിമാന ടിക്കറ്റുകളും ഇന്ത്യക്കാർ റദ്ദാക്കി. ഇതോടെ വിനോദസഞ്ചാര സാധ്യത കൊണ്ട് മാത്രം നിലനിൽക്കുന്ന മാലദ്വീപ് കൂടുതൽ സമ്മർദ്ദത്തിലായി. 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ടൂറിസം സാധ്യതകൾ ഒറ്റ ദിവസം കൊണ്ട് മാറിമറിഞ്ഞ അത്ഭുതത്തിനും ഇന്ത്യ സാക്ഷിയായി. ശാന്തസുന്ദരമായ ലക്ഷദ്വീപിന്റെ കടൽ തീരത്ത് കാറ്റുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒറ്റ ചിത്രം കൊണ്ടുതന്നെ ഏത് ടൂറിസം പരസ്യത്തേക്കാൾ മുകളിലേക്ക് ലക്ഷദ്വീപ് ടൂറിസം വളർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ മണ്ണിൽ ഇത്രയും ഹൃദയഹാരിയായ ഒരു കടൽ പ്രദേശം ഉള്ളപ്പോൾ വിദേശങ്ങളിലേക്ക് എന്തിനാണ് യാത്ര ചെയ്യുന്നത് എന്ന ചോദ്യം എല്ലാ ഭാരതീയരും തന്നോട് തന്നെ ചോദിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രതിജ്ഞയാണ് ഒരു വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളിൽ വരെ വികസനം എത്തണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തിൽ, ഇന്ത്യയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഏറ്റവും ആദ്യം മുതൽ വികസനം തുടങ്ങേണ്ട ഒരു സ്ഥലമാണ്. പൂജ്യത്തിൽ നിന്ന്, ഒന്നിൽ നിന്നല്ല പൂജ്യത്തിൽ നിന്ന് വികസനം തുടങ്ങേണ്ട ഒരു സ്ഥലമാണ്. ഒരു ടൂറിസം മേഖല വികസിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ, കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം വർദ്ധിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യങ്ങളാണ്. ടൂറിസം നല്ല രീതിയിൽ ടൂറിസം നടന്നു പോകണമെങ്കിൽ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിൽ പിന്നെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ പദ്ധതി 1944 കിലോമീറ്ററുകൾ കൊച്ചിയിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി 1075 കോടി ചെലവാക്കിയാണ് ലക്ഷദ്വീപിലെ 60,000 പേര് അടങ്ങുന്ന ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ആ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ വെച്ച പ്രപ്പോസലായിരുന്നു. അന്ന് 50,000 പേർക്ക് 500 കോടി, അന്നത്തെ പദ്ധതിയുടെ കോസ്റ്റ് 500 കോടിയായിരുന്നു. ആ 500 കോടി മുടക്കാനില്ല എന്നും പറഞ്ഞ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അത് പരാജയപ്പെട്ട് മാറ്റിവെച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ഇന്ന് ആ പദ്ധതി, ആ സ്വപ്നം ലക്ഷദ്വീപ് ജനങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കരിച്ച് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴും ഇനിയും വരാനുണ്ട്. എല്ലാവരും അവഗണിച്ച്, ഇത്രയും കാലം ഭരിച്ചവരെല്ലാം അവഗണിച്ച വടക്കൻ ദ്വീപുകളിലെ പ്രധാനമന്ത്രി കവരത്തിയിലെ അദ്ദേഹത്തിലെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതാണ് കിൽത്താൻ ചെത്ലത്ത് ബിത്ര ഈ മേഖലയിലെ തുറമുഖ വികസനം അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വിഷയം തന്നെയാണ്. ഇപ്പം ഈ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ലോകത്തിലെ ദ്വീപുകളുടെ
സാഹസിക ടൂറിസം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ, അഡ്വഞ്ചർ ടൂറിസം എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നാണ്. അല്ലാതെ മറ്റുള്ള ദ്വീപുകളിൽ നിങ്ങൾ പോകരുതെന്ന്, ലോകത്തിലുള്ള മാൽഡീവ്സ് പോലെ, മൗറീഷ്യസ് പോലെ, ഇന്തോനേഷ്യ പോലത്തെ ദ്വീപുകളിൽ നിങ്ങൾ പോകരുതെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലക്ഷദ്വീപ് നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത്രയും ടൂറിസം, ഇത്രയും മനോഹരമായിട്ടുള്ള ബീച്ചുകളും ഇത്രയും മനോഹരമായിട്ടുള്ള കടലും നിങ്ങൾ ഒഴിവാക്കരുതെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഇത്രയും പ്രകോപിതരായിട്ട് മാൽഡീവ്സിലെ മന്ത്രിമാർ പ്രതികരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ ആ പ്രതികരണം വന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും അവർ കണ്ടതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാനിവിടെ പറയുന്ന കാര്യം. അവർക്ക് മനസ്സിലായി മാൽഡീവ്സിലെ ടൂറിസം തകർക്കാൻ മാത്രം ഭീഷണി ഉള്ള ഒരു ഭൂപ്രകൃതി ലക്ഷദ്വീപിനുണ്ട്. ഇന്ന് വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു സർക്കാരിനും ആ ഭൂപ്രകൃതി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അത് തിരിച്ചറിഞ്ഞത് മോദിജി നയിക്കുന്ന BJP സർക്കാരാണ്. ലക്ഷദ്വീപിലെ എല്ലാ മേഖലയിലും വികസനത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് ഈ ഗവൺമെൻറ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആകെ ലക്ഷദ്വീപിൽ പോയവർക്കറിയാം, അവിടുത്തെ ഭൂപ്രകൃതി അറിഞ്ഞവർക്കറിയാം. ടൂറിസം അല്ലാതെ മറ്റൊരു മേഖലയ്ക്കും ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സ്വപ്നം തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 2019 1.66 ലക്ഷം പേരാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലെത്തിയത്. കോവിഡ് കാലത്ത് പോലും 63,000 ഇന്ത്യൻ സന്ദർശകർ ഈ ദ്വീപിലെത്തി. ഈ ടൂറിസം സാധ്യതയാണ് ലക്ഷദ്വീപിനെ കാത്തിരിക്കുന്നത്. ഡോമിനേറ്റ് ടീ കപ്പ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. കാരണം ചില സർക്കംസ്റ്റാൻസ് ഉണ്ടായി. ഈ മന്ത്രിമാരെ നമുക്ക് ആർക്കും അറിയില്ല ഇവര് ആരാണ്, എന്താണ്. അപ്പൊ അവരിങ്ങനെ പ്രകോപിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ നല്ല നടപടിയാണ് എടുത്തത്. അവരെ പുറത്താക്കുക തന്നെ ചെയ്തു. അത് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ നമുക്കിതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഇതൊരു ഇഷ്യൂ ആയി അദ്ദേഹം കണക്കാക്കുന്നില്ല. അദ്ദേഹം തിരിച്ചു വന്നാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നോർമൽ റിലേഷൻസിലേക്ക് കൊണ്ടുവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു ഗുണം നമുക്ക് ഇതുണ്ടായതിൽ നിന്ന് ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ എല്ലാവരും മാൽഡീവ്സിലേക്ക് പോകാനിരുന്ന ഇന്ത്യക്കാരെല്ലാം അവരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അവരെല്ലാം ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. 3000 തവണയാണ് അവരുടെ ലക്ഷദ്വീപിലെ ബുക്കിംഗ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ നമുക്ക് ഹോട്ടലുകൾ ഉണ്ടാക്കണം, വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അത് മാൽഡീവ്സ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഷെയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിലേക്കായിരിക്കും നമ്മൾ പോകാൻ തോന്നുന്നത്. മാൽഡീവ്സിന് ഒരിക്കലും ഇന്ത്യയോട് യുദ്ധം ചെയ്ത് നിലനിൽക്കാൻ കഴിയില്ല. ശ്രീലങ്കയ്ക്ക് കഴിയുന്നില്ല. കാരണം ഈ ചൈനയുടെ സഹായം എന്നൊക്കെ പറയുന്നത് കുറെ സമ്മാനം കിട്ടുമെന്നല്ലാതെ ശ്രീലങ്കയിൽ പറ്റിയതുപോലെ തന്നെ ഒരു ക്രൈസിസ് വരുമ്പോൾ ചൈനയെ കാണില്ല. അന്നേരം ഇന്ത്യ മാത്രമേ കാണൂ. മാൽഡീവ്സിന്റെ സ്വാതന്ത്ര്യം ഇന്നുള്ളത് തന്നെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളോടാണെന്ന് നമുക്ക് എല്ലാം അറിയാം. അപ്പോൾ ഇതൊരു ആവശ്യമില്ലാത്ത ഒരു ബഹളമാണ്. ഭാരതവുമായി സഹകരണ മനോഭാവത്തിൽ പെരുമാറിയിരുന്ന ഇബ്സോളിയെ പരാജയപ്പെടുത്തി ചൈനീസ് താൽപര്യ സംരക്ഷകനായി അറിയപ്പെടുന്ന മുഹമ്മദ് മുയിസ് രംഗപ്രവേശം ചെയ്തതോടെയാണ് ഭാരതവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ആദ്യമായി വിള്ളലുകൾ രൂപപ്പെട്ടത്. ദ്വീപിലെ ഇന്ത്യൻ സാന്നിധ്യം ഒഴിവാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം പോലും. മാലദ്വീപിലെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയം നമുക്കറിയാവുന്നതുപോലെ, മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ 2-3 പാർട്ടികളുണ്ട് അവിടെ. ആ പാർട്ടികൾക്ക് വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. അതിൽ ചില പാർട്ടികൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ മറ്റു ചില പാർട്ടികൾ, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മൊയ്സും ഒക്കെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ് പാർട്ടി ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ഇലക്ഷനിലും അതിനു മുൻപും എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇന്ത്യ അനുകൂല രാഷ്ട്രീയ പാർട്ടികളെയും മറ്റൊരു വിഭാഗം ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിൽ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിലെ ഒരു പ്രധാന കാരണം. ഇപ്പം ഈ 3 മന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ അവർക്കവിടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് പൊളിറ്റിക്കൽ സ്കോറിംഗ് നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഒരു കാരണം.
മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാവുന്നത് ചൈന ഫാക്ടറാണ്. പലരും സൂചിപ്പിച്ച് കാണും. ചൈന എന്ന് പറയുന്ന രാജ്യം, അവിടെ അവർക്ക് വളരെയധികം താല്പര്യങ്ങളുണ്ട്. അവിടെ ചൈനയ്ക്ക് ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഐലൻഡുകൾ വാടകയ്ക്ക് എടുത്ത് ലീസിനെടുത്ത് അവിടെ പല സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട്. സമുദ്രതല അല്ലെങ്കിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഒരുപാട് സർവേകൾ യഥേഷ്ടം നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആ പ്രദേശത്തെ ചൈനയുടെ സ്വാധീനത്തിൽ കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ ഓഷനിൽ തങ്ങൾക്ക് ശക്തമായൊരു സ്വാധീനം ഉണ്ടാക്കുവാൻ പറ്റിയൊരു പ്രദേശമായിട്ടാണ് മാലദ്വീപ്സിനെ അവർ കാണുന്നത്. മാലദ്വീപ്സിൽ നമുക്കറിയാവുന്നതുപോലെ 1200-ൽ പരം ഐലൻഡുകളുണ്ട്. അതിൽ 100-200 ഐലൻഡുകൾ മാത്രമേ ജനവാസമുണ്ട് എന്ന് പറയുവാനുള്ളൂ. ബാക്കി ജനവാസമില്ലാത്ത പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ മറ്റു പല സൗകര്യങ്ങൾക്കും സൈനികമായ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യൻ ഓഷനിലെ വ്യാപാരത്തെയും അതുപോലെ ഇന്ത്യൻ ഓഷൻ ആര് ഭരിക്കണം, അല്ല ആർക്കാണ് അവിടെ സ്വാധീനമുണ്ടാകുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാലദ്വീപ് വളരെ പ്രാധാന്യം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ ചൈന ഫാക്ടർ മാലദ്വീപ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാർഗെയിനിങ് ആണ്. എന്നുകണ്ട് ഇന്ത്യയുമായി പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കുവാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ ചൈനയെ വെച്ചുകൊണ്ട് ഇന്ത്യയുമായി പല കാര്യങ്ങളിലും വിലപേശാനുള്ള ഒരു പ്രവണത മാലദ്വീപ്സ് കുറച്ച് കൂടുതലായി ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ചൈനയും ഒരു പരിധിവരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സൂചിപ്പിച്ചത് മനസ്സിലാക്കിയതുപോലെ അവിടെ ഒരു പുതിയ പ്രധാന ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അവരാദ്യം വരുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ചൈനയിലേക്കൊരു സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ടർക്കിയിലേക്ക് നടത്തി. അപ്പോൾ അത് അവരുടെ ചില ബാർഗെയിനിങ് പോയിന്റ് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനപ്പുറത്ത് ശ്രീലങ്കയിലും ഇതുപോലെയുള്ള ഒരു താല്പര്യം ചൈനയോട് അവർ കാണിച്ചിരുന്നു. അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇവിടെ ഇപ്പം ഇദ്ദേഹം ഇത് കാണിക്കുന്നു. അപ്പോൾ ചൈനയെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിനപ്പുറത്ത് തന്നെ ചിലപ്പോൾ ചൈനയോട് കൂടുതലായി എടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അവർ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാലൻസിങ് അത് ചൈനയ്ക്ക് ആവശ്യമാണ്. കാരണം സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയിൽ ഒരു സ്വാധീന മേഖലയായി ഈ രാജ്യങ്ങൾ നിൽക്കുന്നതിന് മറികടക്കുവാൻ വേണ്ടിയിട്ട് ചൈന പല രീതിയിലുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മളതിനെ സ്ട്രിങ് ഓഫ് പേൾസ് അല്ലെങ്കിൽ മുത്തുമാല തന്ത്രം എന്നൊക്കെ പറയുന്നു. പോർട്ടുകളിലൂടെയും മറ്റ് സബ്മറൈൻസിലൂടെയും ഹൈഡ്രോളിക് സർവേകളിലൂടെയും ഒക്കെ ആ പ്രദേശത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ചൈന ശ്രമിക്കുന്നു. അതിന് മാലദ്വീപ് വലിയ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തൊട്ടടുത്താണ് അതുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തൊരു സ്വാധീനം ഉണ്ടാകുക, ഒരു പോർട്ട് ഉണ്ടാക്കുക, ഒരു സൈനിക സൗകര്യം ചൈനയ്ക്ക് ഉണ്ടാകുക. ആ അർത്ഥത്തിൽ ചൈന വേണമെങ്കിൽ കൈവിട്ട് കുറച്ച് സഹായങ്ങൾ മാലദ്വീപിന് ചെയ്യുവാൻ തയ്യാറാണ്. അത് മാലദ്വീപിനും അറിയാം അങ്ങനെ ഒരു ചൈനയുടെ സ്വാധീനം അവിടെ ഉണ്ടാകുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കുറേയധികം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിക് റീസൺ ഉണ്ടാവാം. ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് തൻ്റെ 56-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് അസഹിഷ്ണുത ജീവിതശൈലിയാക്കിയവർക്ക് തൻ്റെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഉപദേശം നൽകിയിരുന്നു. സ്റ്റീവ് ജോബ്സ് എഴുതിയ അവസാന കുറിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ അതിസമ്പന്നനും ജീവിത വിജയം നേടിയവനുമാണ്. പക്ഷേ ഒന്നറിയുക, ജോലിക്ക് പുറത്തുള്ള സന്തോഷം ഞാൻ അറിഞ്ഞിട്ടില്ല. സമ്പത്ത് ആർജിക്കുക എന്നത് ജീവിതത്തിൻ്റെ ഭാഗമായതോടെ മാനുഷികത എന്നിൽ നിന്ന് വിട്ടുപോയോ എന്നുവരെ ഞാൻ സംശയിക്കുന്നു. മരണക്കിടക്കയിൽ കിടന്ന് ഞാൻ എന്നെ തിരയുമ്പോൾ ഒരു പരാജിതനായ വ്യക്തിയാണെന്ന് ഞാൻ സ്വയം തിരിച്ചറിയുന്നു. അധികാരമുള്ളപ്പോൾ നിങ്ങൾക്ക് അനുചരന്മാരെ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷേ അവർക്ക് നിങ്ങളുടെ രോഗങ്ങളോ വേദനകളോ മരണമോ ഏറ്റെടുക്കാനാവില്ല. $300 വാച്ചും $30 വാച്ചും ഒരേ സമയമാണ് കാണിക്കുന്നത്. $1.5 ലക്ഷം വാഹനം ഉപയോഗിച്ചാലും $30,000 വാഹനം ഉപയോഗിച്ചാലും വഴിക്കും അകലത്തിനും വ്യത്യാസമുണ്ടാകുന്നില്ല. ആന്തരിക സന്തോഷം ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടല്ല എന്ന സത്യം മനസ്സിലാക്കിയാൽ പിന്നീട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ സമ്പന്നരാകാൻ ഒരിക്കലും പഠിപ്പിക്കരുത്. അവരെ സന്തോഷമായിരിക്കാൻ പരിശീലിപ്പിക്കുക. അങ്ങനെ വളർന്നു വരുന്നവർക്ക് വസ്തുക്കളുടെ വിലയേക്കാൾ സന്തോഷത്തിൻ്റെ മൂല്യം മനസ്സിലാകും. ആ അവസ്ഥയെയാണ് ജീവിതം എന്ന് വിളിക്കേണ്ടത്.
സ്റ്റീവ് ജോബ്സിന്റെ ഈ മരണമൊഴിയുടെ അർത്ഥം അസഹിഷ്ണുത ആഭരണമാക്കിയ മാലദ്വീപിന്റെ അധികാരികളെ ആര് പറഞ്ഞു മനസ്സിലാക്കും? അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന പഴമൊഴി ധിവേഹി ഭാഷയിലുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അർത്ഥപൂർത്തീകരണം അല്പം കൂടി എളുപ്പമാകുമായിരുന്നു. ജനം സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്തേ.